മകന്റെ സുഹൃത്തിന്റെ അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കാൻ സ്വന്തം സ്ഥലം വിട്ടു നൽകിയ ഒരു അധ്യാപകൻ. കോന്നി സ്വദേശിയും കോളേജ് അധ്യാപകനുമായ രാജേഷാണ് ശ്യാം ദേവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി പത്തനംതിട്ട ആറന്മുളയിലെ സ്വന്തം സ്ഥലം വിട്ടു നൽകിയത്. രാജേഷും മേലുകര പള്ളിയോട സേവാ സംരക്ഷണ സമിതിയുമാണ് മരണാനന്തര ചടങ്ങുകൾ നടത്തിയത്. രാജേഷ് സാറാണ് നമ്മളൊപ്പം ചേരുന്നത്. സാറേ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഞാൻ മേലുകര പള്ളിയോട സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങൾക്കൊരു വലിയ തുഴച്ചിൽ ടീം ഇപ്പോഴുണ്ട്. ആ തുഴച്ചിൽ ടീമിലെ സൂര്യദേവിൻ്റെ അച്ഛനാണ് ഈ മരണപ്പെട്ട ആള്. എൻ്റെ മകൻ്റെ സുഹൃത്തും NCC ടീം അംഗവുമാണ്, NCCയിലുള്ള ആളുമാണ്. അവനോടൊപ്പം NCCയിൽ പ്രവർത്തിച്ച ആളുമാണ് ഈ സൂര്യദേവ്. അപ്പോൾ ഇദ്ദേഹം ആശുപത്രിയിലാണെന്നൊക്കെ നേരത്തെ ട്രയലിനൊക്കെ വരുമ്പോൾ സൂര്യദേവ് എനിക്കറിയാമായിരുന്നു എന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ മോന് ഇതുപോലെ സൂര്യദേവന്റെ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഇവർ അവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നതാണെന്നും ബന്ധുക്കളോ അതേപോലെ തന്നെ അവരവിടുത്തെ കരയോഗത്തിലോ അങ്ങനെ ഒന്നും അവർക്ക് അംഗത്വമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരേതാണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. സൂര്യദേവ് ഇടയ്ക്ക് ഒരു കാറ്ററിംഗ് യൂണിറ്റിൽ വിളമ്പാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനും അതുപോലെ അവരുടെ അമ്മ ജോലി ചെയ്യുന്ന കടയുടെ ഉടമസ്ഥനും അവിടെ ഉണ്ടായിരുന്നു. അപ്പം പത്തനംതിട്ടയിൽ ശ്മശാനത്തിൽ അടക്കാൻ എന്തോ സാങ്കേതിക അവിടുത്തെ എന്തോ പ്രശ്നങ്ങളായതുകൊണ്ട് ഒക്കെ ഇല്ലെന്നറിഞ്ഞു. തിരുവല്ലയിലേ പിന്നുള്ളൂ. അപ്പം തിരുവല്ലയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഈ പോലീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഈ പയ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മകനുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ തീരുമാനം എടുത്തത്. ഇവിടെ ഇത് മേലുകരയിൽ ഇത് എൻ്റെ കുടുംബ വീടാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്. വളരെ ഒഴിഞ്ഞ് പമ്പയാറിൻ്റെ തീരത്ത് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് തൊട്ടടുത്തൊന്നും വീടുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അടക്കണം ആ ഒരു ഇതിലായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഈ മേലുകരയിലുള്ള പള്ളിയോട പ്രവർത്തകരെ വിളിച്ചറിയിക്കുകയും അവര് സേവാഭാരതിയെയും അതുപോലെ തന്നെ ഇതിന്റെ കർമ്മികളെയും ഒക്കെ വിളിച്ച് റെഡിയാവുകയും ഈ ശവസംസ്കാരം ഇവിടെ നടത്തുകയുമാണ് ചെയ്തത്. ഇത് നിലവില് മറ്റവർക്ക് വാടകയ്ക്ക് വീട്ടിലായതുകൊണ്ട് മറ്റ് താമസിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല, അടക്കാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തതാണല്ലേ? അതെ അതെ, അത് ഇതിന് എനിക്ക് എൻ്റെതായ യാതൊരു ക്രെഡിറ്റോ അത്രയും ഒന്നിനും അല്ല. ഇപ്പൊ യാദർശികമായിട്ട് നിങ്ങൾ വരുന്നതുകൊണ്ട് ഇത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതൊരു നമ്മുടെ വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഈ പള്ളിയോടെ സംസ്കാരം തന്നെ അങ്ങനെയാണ്. ഈ പള്ളിയോടെ തുഴച്ചിലുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടവരെ എല്ലാം ഒറ്റ രക്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ വരുന്നത് എന്നോടൊപ്പം നിൽക്കുക എന്നുള്ളത് അത് വളരെ സഹജമായ പ്രവൃത്തികളിൽ ഒന്ന് തന്നെയാണ്. അതാണ് ഇതിന്റെ ഒരു കൂട്ടായ്മയാണ് പള്ളിയോടം എന്ന് പറയുന്നത് തന്നെ. സംസ്കാര ചടങ്ങിൽ പള്ളിയോട സേവാ സംഘത്തിന്റെ എല്ലാ ആളുകളും പങ്കെടുത്തു. പള്ളിയോട സേവാ സംഘത്തിന്റെ പള്ളിയോട സംരക്ഷണ സമിതിയുടെ ഈ തുഴച്ചിൽ സംഘം വാസ്തവത്തിൽ അതൊരു അനൗപചാരികമായിട്ട് നിൽക്കുന്ന ഒരു സംഘമാണ്. ഇതിന്റെ ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗവും ഞങ്ങളുടെ കരയിലെ പ്രതിനിധിയുമായ അനൂപ് ഉണ്ണികൃഷ്ണനും മറ്റൊരു പ്രതിനിധിയായ പ്രദീപ് കാഞ്ഞിരമണ്ണും ഇതിന് ഉടനീളം അവരാണ് ഇതിന് വേണ്ടതെല്ലാം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള തുഴച്ചിൽ സംഘത്തിലെ യുവാക്കളെല്ലാം പൂർണ്ണമായിട്ടും ഇതിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് ഒപ്പം ഉണ്ടായിരുന്നു. ഇത് സത്യത്തിൽ ഇത് വളരെ സ്വാഭാവികമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മനുഷ്യോപകാരങ്ങൾ ഏത് സമയത്തും ചെയ്യാൻ സന്നദ്ധരാണ് ഞങ്ങൾ. പത്തനംതിട്ടയിലെ മേലുകരയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18.